ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ FL ഹാൻഡ്മെയ്ഡ്. ഇന്ന് നമുക്ക് മനോഹരമായ ഒരു ക്രിസ്മസ് തൊപ്പി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഗിൽറ്റർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞ് സ്റ്റാർ വരച്ചെടുക്കാം. നമുക്ക് കുറച്ചധികം സ്റ്റാർ വേണം, അതുകൊണ്ട് ഞാൻ ഈ പേപ്പറിൽ കുറച്ചധികം സ്റ്റാർ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇപ്പം നമ്മൾ കുറച്ചധികം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ വരച്ച അതേ ആ കറക്റ്റ് ലൈനിലൂടെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വലിയ സ്റ്റാറും കൂടി നമുക്ക് വേണം. അതും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ 2 സ്റ്റാർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഷീറ്റിൽ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ 3 ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആ ലൈൻസിൻ്റെ മുകളിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം. റെഡ് കളർ ഷീറ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നല്ല വലിയതായതുകൊണ്ട് തന്നെ നമുക്കിത് വീഡിയോയിൽ ഫുള്ള് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. നമുക്കിതിൻ്റെ ചെറിയൊരു ഭാഗം മതി. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല.
ഓരോരുത്തർക്ക് ഓരോ അളവായിരിക്കുമല്ലോ. ഞാൻ എൻ്റെ മകളുടെ അളവിനനുസരിച്ചിട്ടുള്ള തൊപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളുടെ അളവാണ് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അളവിനനുസരിച്ച് ഇത് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാ നമുക്ക് കട്ട് ചെയ്തപ്പോൾ ഒരു ത്രികോണം ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നത് പോലെ വളച്ച് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച സ്റ്റാർസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി 2 വലിയ സ്റ്റാർ നമ്മൾ ഉണ്ടാക്കി വെച്ചതും കൂടി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ഗ്ലൂ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ സ്റ്റാറും ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഓപ്പണായി വരുന്ന ഭാഗത്ത് ചുറ്റിനായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫോം ഷീറ്റ് എടുത്തിട്ട് ചുറ്റിനും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്ന പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കി ബാക്കി ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഇതാ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്രിക എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ചുറ്റിനും കട്ടിട്ട് കൊടുക്കണേ. ഇനി കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത ഓരോ ഭാഗത്തിൻ്റെയും ലെഫ്റ്റും റൈറ്റും ആയിട്ട് ചെറിയ കട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചുറ്റിനും ചെയ്തെടുക്കുക. ഇതാ ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു തൊപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കടയിൽ പോയി വെറുതെ തൊപ്പി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മളുടെ മക്കൾക്ക് വേണ്ടി തൊപ്പി ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരേക്കും ഇൻഷാ അല്ലാ ബൈ.